പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ അധ്യായത്തിലേക്ക് നാം വാതിൽ തുറക്കുകയാണ്. രാമായണത്തിലെ ഏറ്റവും ഗംഭീരമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ താരോപദേശം, ആ താരോപദേശമാണ് നമ്മളിന്ന് വായിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. താരോപദേശവും കൂടെ സുഗ്രീവൻ്റെ രാജ്യാഭിഷേകവും കൂടി നമ്മളിന്ന് കാണുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനു ശോകം വൃഥാത്തവ കേൾക്ക നീ, ബന്ധമില്ലേ തുമിതിന് മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ, ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹം ഏറ്റം ജഡം, സഞ്ചിതം ത്വം മാംസരക്താസ്ഥി കൊണ്ടെടോ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേൾ, അല്ലലുണ്ടാകായിക അതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ, ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിക നീ. സർവഗൻ ജീവൻ ഏകൻ പരനദ്വയൻ, അവ്യയനാകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും, സച്ചിദാത്മാ നിത്യനായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ, ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും, അത്ര നാളേക്കും ആത്മാവിന് സംസാരമൊത്തു. അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലും എങ്കിലോ നൂനം അനാദ്യ വിദ്യാബന്ധുഹേതുന താനാമഹം കൃതിക്കാശു തൽക്കാര്യമായി. സംസാരമുണ്ടാം അപാർത്ഥകമായതും, സംസാരമോ രാഗരോഷാദിസങ്കുലം. മാനസം സംസാരകാരണമായതും, മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം
ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ഞനാചിത്തേ. വിചാരിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു. സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനെന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ട്യത്തഭിനിവേശത്താൽ പുനരധ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായത്തെ ഭൂയോ ഘടീയന്ത്രവസ്തദാ മായാബലത്താൽ ആർക്കൊഴിക്കാമെടോ. നിത്യം നിരുപമം നിഷ്കളം നിർഗുണം സത്യമാനന്ദമേകം പരമദ്വയം. നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞത് കേവലം. ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തിയായി നാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരി എന്നാകിലും. വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം. അജ്ഞാനമെല്ലാം അകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതിസ്വസ്ഥനായാൻ തുലോം.
അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനായാൻ തുലോ. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ട് സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാകപര്യന്തമാകന്ത ചെയ്യുക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീ മൃദംഗാദി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് സ്നാത്വാ ജഗാമരഘോത്തമസന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദാ പറഞ്ഞാൻ കപിപുങ്കവൻ, രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണം ഇനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിനി തവ ശാസനയും പരിപാലിച്ച് സന്തതം ദേവദേവേശ തേ പാദപത്മോദയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ, നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം. നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശുമമാജ്ഞയാ രാജ്യാധിപത്യം നിനക്കു തന്നേൻ. ഇനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പൂകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകം ആദരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരേ വസിക്കുന്നതുണ്ട് ഞാൻ അദ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്ന് എന്നോട് ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈ സമം. രാഘവൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ട് വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരിപുക്ക് അഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാഘീഗിരോ സാദരം ചെന്ന് കരേറി രഘുത്തമൻ. ഉന്നത ഊർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. വാതവരിഷഹിമാതവാരണം പാദപവൃന്ദഫലമൂല സഞ്ചിതം. തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തദാമർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ. പക്ഷിമൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവരജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ
തത്ര സമാധിവിരതനായി ഏകാന്തദേശേ മരുവും ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളിടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ. വർണ്ണാശ്രമികൾക്ക് മോക്ഷദം പോൽ അതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്നു കേൾക്കൊണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയന് മുക്തിപ്രദമുപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുണ്ടല്ലോ. ലക്ഷ്മണൻ ഏവമുണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. കേൾക്ക നീ എങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ച് നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ ഗൃഹോക്തമാർഗേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ട് സാദരമാചാരപൂർവം ആരാധിക്കുമാമെടോ. ഹൃത്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്ഥണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മൃലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്ത് പിന്നെ സ്വകർമ്മണ ശുദ്ധർ നിത്യകർമ്മം ചെയ്ത് പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പം ആദേ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാദരാൽ അർക്കന സ്ഥണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ ഹരേ. അതിഗംഭീരമായൊരു ഭാഗമാണ്. താരെ ഉപദേശിക്കുന്നു, നിന്നുടെ ഭർത്താവ് ദേഹമോ ദേഹിയോ അല്ലയോ താരെ, ബാലി മരിച്ചു കിടക്കുമ്പോൾ നീ വിലപിക്കേണ്ട കാര്യമില്ല. കാരണം ആത്മാവിന് നാശം ഉണ്ടാവുകയില്ല, ശരീരമാണ് നശിക്കുന്നത്. ത്വങ് മാംസ രക്ത അസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം എന്ന് മറ്റൊരിടത്ത് പറഞ്ഞല്ലോ. അങ്ങനെ രക്ത അസ്ഥി സംയോഗം കൊണ്ടുണ്ടാകുന്ന ശരീരം ഒരിക്കലും അനശ്വരമല്ല, അത് നശ്വരമാണ്. ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശീര്യതേ ഇത് ശരീര എന്നാണ്. നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം, ദഹിപ്പിക്കാനുള്ളതാണ് ദേഹം. അങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഇത്തരത്തിൽ
നശ്വരമായ ശരീരത്തെക്കുറിച്ച് ഓർത്ത് നീ ഖേദിക്കണ്ട. അനശ്വരമായ ആത്മാവിനെക്കുറിച്ച് ഓർക്കൂ. എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് ശ്രീരാമാവതാരം ചെയ്ത മഹാവിഷ്ണുവായി തന്നെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നീ കാലങ്ങളായുള്ള പൂർവജന്മങ്ങൾ തന്നെ എൻ്റെ ഭക്തയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിനക്ക് ഞാൻ ദർശനം തന്നിരിക്കുന്നത്. ബാലി എന്താണോ ചെയ്യരുതാത്തത് അത് ചെയ്തു. സഹോദരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അനുജൻ്റെ ഭാര്യ മകളാണ്. അല്ലാതെ അനുജൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുകയല്ല വേണ്ടത്. അവൾ മകളാണ്. എപ്പോഴും അങ്ങനെയാണ് കാണേണ്ടത്. അനുജൻ്റെ ഭാര്യയെ സംബന്ധിച്ച് അവളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ അച്ഛന് സമാനനാണ്. അങ്ങനെ വേണം തിരിച്ചറിയാൻ. അങ്ങനെയുള്ള രുമയെക്കൂടി അനുജത്തിയെക്കൂടി പരിഗ്രഹിച്ചതിൻ്റെ പാപം ബാലിയിൽ കിടപ്പുണ്ടായിരുന്നു. അതും കൂടെ കൊണ്ടാണ് സത്യത്തിൽ ഞാൻ വധിച്ചത് എന്ന് പറയുന്നുണ്ട്. അടുത്ത് സുഗ്രീവനെ അഭിഷേകം ചെയ്യുമ്പോൾ സുഗ്രീവനോട് പറയുന്നു, നീ ഇപ്പോൾ രാജ്യം ഭരിക്കൂ. കാരണം കാലങ്ങളായി വനവാസം ചെയ്തതിൻ്റെ ആദിവ്യാധികൾ നിനക്കുണ്ട്, ശരീരക്ഷയം നിനക്കുണ്ട്. അതെല്ലാം പുഷ്ടിപ്പെടുത്തി ആരോഗ്യത്തോടു കൂടി, ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തോടു കൂടി നീ വരിക. വർഷകാലം കഴിഞ്ഞ് ഞാൻ നിന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കും. എന്നിട്ട് എവിടെയാണ് ദേവി ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കുക. നമുക്കൊരുമിച്ച് യുദ്ധം ചെയ്ത് സീതയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നൊരു രംഗമുണ്ട്. അതിനും ശേഷം ലക്ഷ്മണൻ അതിപ്രധാനമായൊരു സംശയം ചോദിക്കുന്നു. രാമായണം മുഴുവൻ ഈ കേൾവിയുടെ ഒരു കൃതിയാണ് കേട്ടോ. പറഞ്ഞു കേട്ടതാണ്, പറഞ്ഞു കേൾക്കലാണ് സുഖം. കേട്ട് ലഭിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭണ്ഡാകാരമാണ് രാമായണം. തുടക്കത്തിൽ തന്നെ ശ്രീരാമനെ കുറിച്ച് ശ്രീപരമേശ്വരൻ പറയുന്നു, പാർവതി കേൾക്കുന്നു. പിന്നെ എല്ലാ ഇടങ്ങളിലും എഴുത്തച്ഛൻ പറയുന്നു, ഇത് കേൾക്കുന്നവർക്കും മുക്തി കിട്ടുമെന്ന്. നിരവധി സ്ഥലങ്ങളിൽ ഈ കേൾവിയുടെ ഒരു ഉത്സവം തന്നെ രാമായണത്തിൽ എഴുത്തച്ഛൻ സാധ്യമാക്കുന്നുണ്ട്. ക്രിയാമാർഗം ഉപദേശിക്കണമെന്ന് പറയുന്നുണ്ട്. വേദാന്ത ബന്ധുരമായൊരു ഭാഗമാണത്. ശ്രീരാമൻ പറയുന്നു, എങ്ങനെയൊക്കെയാണ് ഒരാൾ ഈ ധ്യാനിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ഏതേതൊക്കെ തരത്തിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് മുക്തി നൽകും, ഞാൻ അവനിൽ പ്രസാദിക്കും, അല്ലെങ്കിൽ അവളിൽ പ്രസാദിക്കും. ഈ രാമായണത്തിലെ വരികളിൽ എനിക്ക് ഒരു വരിയോടെ വിയോജിപ്പുള്ളൂ. അത് എഴുത്തച്ഛൻ എഴുതിയതാണെങ്കിൽ തന്നെയും ആ വരി ഇങ്ങനെയാണ്: ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരി എന്നാകിലും. താരയെക്കുറിച്ചാണ്. ഒരു സ്ത്രീയായിട്ട് പോലും അവൾക്ക് മുക്തി ലഭിച്ചു എന്ന് പറയുന്നിടത്ത് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. കാരണം ഇതേ എഴുത്തച്ഛൻ തന്നെയാണ് ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനമാകാം എന്ന് പറഞ്ഞത്. ഈശ്വരപ്രസാദം ലഭിക്കാൻ ഭവതിയെയും ഒരു ശബരതരുണിയെയും അവനൊക്കും എന്ന് വിരോധഭക്തിയിലാണെങ്കിൽ കൂടി രാവണനെ കൊണ്ട് പറയിച്ച് ഈശ്വരൻ എല്ലാവരും തുല്യരാണ് എന്ന് സ്ഥാപിച്ച ആളാണ് എഴുത്തച്ഛൻ. ആ എഴുത്തച്ഛനിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീയായിട്ട് പോലും അവൾക്ക് മുക്തി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീകൾക്കും മുക്തി ലഭിക്കാൻ തടസ്സമൊന്നുമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് രണ്ടും ചേർന്നവർക്കും പക്ഷിമൃഗാദികൾക്കും ഈയാമ്പാറ്റകൾക്ക് പോലും മുക്തി ലഭിക്കുന്നതിൽ ഭാരതീയമായ ദർശനത്തിൽ യാതൊരു തടസ്സവുമില്ല. അത് ഏറ്റവും യുക്തം തന്നെയാണ്. എന്നാൽ ഇവിടെ അദ്ദേഹം ഏതർത്ഥത്തിൽ അത് എഴുതിയിരിക്കുന്നു എന്ന് അജ്ഞാനിയായി എനിക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ എൻ്റെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സ്ത്രീയായിട്ട് പോലും എന്നവിടെ വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. താരയ്ക്ക് മുക്തി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് രാമായണത്തെ നിഷേധിക്കുകയല്ല, എൻ്റെ അഭിപ്രായത്തെ ഒന്ന് ഉറപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഏതേതൊക്കെ ക്രിയകളിലൂടെ, ഏതേത് പ്രാർത്ഥനകളിലൂടെ, ഏതേത് ദ്രവ്യങ്ങളിലൂടെയാണ് എന്നെ പ്രാർത്ഥിക്കേണ്ടത്. സാധാരണക്കാരനായൊരു ഭക്തൻ കുറച്ച് ജലമെടുത്ത്, അല്ലയോ ഭഗവാനെ എനിക്കിതേ ഉള്ളൂ തരാൻ, നിർമ്മല ഭക്തിയാ തരുന്നു, അങ്ങ് നിറഞ്ഞ മനസ്സാലെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് തന്നാൽ അതുപോലും
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, പിന്നെ ഫലമൂലാദികളുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാണ് അത് അവസാനിപ്പിക്കുന്നത്. സത്യത്തിൽ എന്ത് കൊടുക്കുന്നു ഭഗവാന് എന്നുള്ളതിലല്ല, അതെങ്ങനെ സമർപ്പിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മുടെ രാമപുരത്ത് വാര്യർ എഴുതിയല്ലോ, ശ്രീകൃഷ്ണനെ കൊണ്ട് അദ്ദേഹം പറയിക്കുകയാണ്, എന്താണ്, ഭക്തന്മാർ എനിക്ക് കാഞ്ഞിരക്കുരു തന്നാലും ഞാൻ അതിനെ അമൃത് പോലെ കഴിക്കും, രസഗുളം പോലെ ഞാൻ കഴിക്കും. പക്ഷേ ഭക്തിഹീനന്മാർ എനിക്ക് എത്ര മധുരങ്ങൾ കൊണ്ടുവന്നാലും അത് തിക്തകാരസ്കര ഫലമായിട്ട് തീരും എന്ന്, കഴിക്കുന്ന കാഞ്ഞിരക്കുരുവായിട്ട് ഞാൻ കണക്കാക്കൂ. മനസ്സിലെ നിർമ്മലമായ ഭക്തിയാണ് സത്യത്തിൽ ഒരു യഥാർത്ഥ ഭക്തൻ്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റിയെയാണ് ഈശ്വരൻ സ്വീകരിക്കുക. കൊടുക്കുന്ന ദ്രവ്യത്തിൻ്റെ വലിപ്പത്തിലല്ല, കൊടുക്കുന്ന ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലാണ് ഏറ്റവും വലിയ ഭക്തി ഇരിക്കുന്നത് എന്ന് ക്രിയാമാർഗോപദേശത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസവും എൻ്റെ ഇന്നത്തെ ദിവസവും ആരംഭിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി.